ഹായ്, ഞാൻ ഷെറിൻ. ഈ വീഡിയോയിൽ എങ്ങനെ പിൻട്രസ്റ്റും ക്യാൻവയും യൂസ് ചെയ്തിട്ട് ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിക്കർ ഷീറ്റ്സ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റിക്കർ ഷീറ്റുകളാണ്. അതിനാദ്യം നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റിക്കേഴ്സ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കുറേ സ്റ്റിക്കർ ഷീറ്റ്സ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ വരും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടുള്ള സ്റ്റിക്കർ ഷീറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് സൈഡിലുള്ള ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊളാജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വരിക. ഞാൻ ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി സൈഡിലുള്ള സെർച്ച് ബാറിൽ ബീച്ച് സ്റ്റിക്കർ എസ്തെറ്റിക്സ് അടിച്ചാൽ ബീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ വരും. അത് ക്ലിക്ക് ചെയ്യുക, ആഡ് കട്ടൗട്ട് കൊടുക്കുക, നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബീച്ച് സ്റ്റിക്കേഴ്സ് എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് നമുക്കിഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഫ്ലവേഴ്സോ സ്റ്റാർസോ ഹാർട്ട് ഷേപ്പ് സ്റ്റിക്കേഴ്സോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്യാം. അങ്ങനെ ഒരു പേജിൽ എത്ര സ്റ്റിക്കേഴ്സ് കൊള്ളൂ അത്രയും അതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആകെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ് കാണിച്ചു തന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്റ്റിക്കർ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് കാണും. അത് ക്ലിക്ക് ചെയ്ത് എല്ലാ ഇമേജസും ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കുക. ഇനി ക്യാൻവ ഓപ്പൺ ചെയ്യുക, A4 സൈസ് എടുക്കുക. അതിനായിട്ട് കസ്റ്റം സൈസ് ക്ലിക്ക് ചെയ്തിട്ട് യൂണിറ്റ്സ് PX ഉള്ളത് mm മാറ്റി വിഡ്ത്ത് 210 ഹൈറ്റ് 297 കൊടുത്ത് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്റ്റിക്കർ ഷീറ്റ്സൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്യാൻ സൈഡിലുള്ള അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക, യൂസ് ചെയ്യുക. അതിനായിട്ട് സൈഡിലുള്ള ആ ഷെയർ ബട്ടൺ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ ഡൗൺലോഡ് ഉണ്ടാകും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ PNGയിലല്ല PDF പ്രിൻ്റ് കൊടുത്തിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത്രയും നേരം നമ്മൾ പിൻട്രസ്റ്റും ക്യാൻവ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റിക്കർ ഷീറ്റ്സ് ഉണ്ടാക്കാം എന്നാണ് കണ്ടത്. ഇത് നമുക്ക് വെറും ക്യാൻവ യൂസ് ചെയ്തിട്ടും നമുക്ക് സ്റ്റിക്കർ ഷീറ്റ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ A4 സൈസ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ സ്റ്റിക്കേഴ്സ് ആണോ അതൊക്കെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സ്, എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. എഗെയിൻ അങ്ങനെ ഇഷ്ടമുള്ള എല്ലാ സ്റ്റിക്കേഴ്സും സെർച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ചെയ്ത് ഒരു കംപ്ലീറ്റ് പേജ് ഫില്ല് ചെയ്യുന്നത് വരെ ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ മുന്നേ ഞാൻ ക്യാൻവ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കർ ഷീറ്റുകളാണ്. തുടക്കത്തിൽ ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്താന്ന് പറഞ്ഞ് കാണിച്ച ഷീറ്റുകളില്ലേ, അതാണ് ഇതൊക്കെ. ഇതും നേരത്തെ പോലെ തന്നെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് PNG മാറ്റി PDF പ്രിൻ്റ് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള PDF ഏതെങ്കിലും പ്രിൻറ്റിംഗ് ഷോപ്പിൽ പോയിട്ട് A4 സൈസ് സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് തരാൻ പറയാം. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് കട്ട് ചെയ്യുക, യൂസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.